ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകണം. നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട് പറഞ്ഞില്ലേ തന്നെ. നമ്മൾ ട്രിപ്പിൻ്റെ പ്ലാൻ ഉണ്ട് പറഞ്ഞില്ലേ, ഫാമിലി ട്രിപ്പ് ഊട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകട്ടെ. വലിയ പർച്ചേസിംഗ് ഒന്നും ഇല്ല, എല്ലാവർക്കും കുറേ ഒന്നുമില്ല, കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വരും. അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം വൈകണ്ട വെച്ചിട്ടാണ് ഈ 12 മണിക്ക് തന്നെ ഇറങ്ങിയത്. എന്നാൽ തന്നെ നമ്മൾ വീട്ടിലെത്തുന്നത് 4 മണിക്ക് ആയപ്പോഴാട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം പോണ ഓട്ടോറിക്ഷയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരെ പോണത് സുഡിയോക്കാണ്. സംഭവം താത്താക്കൊരു ഡെനിം എടുക്കണം, ലൂസ് ഫിറ്റ്, അനിയത്തിക്ക് കുർത്തി എടുക്കണം, പിന്നെ ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ നോക്കണം വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നേരെ ചെന്ന് അനിയത്തി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഈ ഇൻഡിഗോ ടോപ്പ് എടുക്കാനായിട്ട്. അങ്ങനെ അവിടെ അനിയത്തി നോക്കണ്. അതേസമയം താത്താന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് അവിടെ സംസാരിച്ചിരിക്കുന്നു. പിന്നെ ഈ കോൺസെപ്റ്റിന്റെ ടോപ്പ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി നോക്കുന്നത് ലോങ് ആയിട്ടുള്ള ടോപ്പ്, ഗൗൺ അങ്ങനത്തെ സെറ്റപ്പാണ്. കാരണം അനിയത്തിക്ക് അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഞാനും താത്തയും പിന്നെ ജീനും ടീഷർട്ട് അങ്ങനത്തെ സംഭവം ഇടാനാട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ താത്ത ഓരോ ജീനും നോക്കണം. ഓൾ മോം ഫിറ്റ് അല്ലെങ്കിൽ ലൂസ് ഫിറ്റ് ആണ് തെരഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മളെ സൈസിലുള്ളതൊക്കെ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ചെയ്യുന്നുട്ടോ. അങ്ങനെ 2-3 ടോപ്പൊക്കെ എടുത്ത് അനിയത്തി ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ഇതിൽ ഏതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ട്രയൽ ചെയ്തപ്പോൾ കണ്ടത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. താത്ത ഈ ഒരു ടീഷർട്ട് ഇട്ടു, പക്ഷെ അതും നമുക്ക് ആ പാന്റിന് ഇട്ടാവണം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് പാന്റ് സൈസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവിടുന്ന് നമ്മളെ ഇറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നത് അസോട്ടിക്ക് കേട്ടോ. അസോട്ടിക്കിൽ ചെന്നാൽ പിന്നെ നമുക്ക് ഉറപ്പാണ് എന്തായാലും ഡെനിം അവിടുന്ന് കിട്ടും. ടോപ്പ് പിന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് താത്ത കുറെ ഡെനിമൊക്കെ ട്രൈ ചെയ്യേണ്ട അവസാനം ഉള്ള ലൂസ് ഫിറ്റ് ആട്ടോ എടുത്തത്. മോം ഫിറ്റ് എടുക്കാൻ പോയിട്ട് ലൂസ് ഫിറ്റ് ആണ് നമുക്ക് കുറച്ചും കൂടി കാണാൻ ഭംഗി ഇട്ടിട്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അനിയത്ത് പിന്നെ ഒരു ഷർട്ട് വെറുതെ വെച്ച് നോക്കുകയാണെ. ഓൾക്ക് ഈ ഒരു വൈറ്റ് ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് സീ ത്രൂ ആയതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ കുറെ കൊറിയൻ പാൻസിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്റെ സൗണ്ടിൽ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ജലദോഷം ആയതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ സൗണ്ട് ഉള്ളത്. പിന്നെ അനിയത്തി ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ഡ്രസ്സ് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അത് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ അവളെ കൈയുടെ ഭാഗത്ത് അത് ടൈറ്റ് ആയതുകൊണ്ട് മാത്രം അത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. താത്ത പിന്നെ ഓരോ മിററിലൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താത്താക്ക് ഡെനിം ട്രൈ ചെയ്യണ സമയം കൊണ്ട് നമ്മൾ കുറച്ച് മിറർ ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് താത്ത ട്രയൽ ചെയ്ത് വന്നിട്ട് ഈ ഒരു പാന്റ് ലാസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡ്രസ്സ് നോക്കിയിട്ട് ഉമ്മാക്കാട്ടോ. ഉമ്മാക്ക് കുറച്ച് ലെങ്ത് ഉള്ള കുർത്തിയും അതിക്ക് ജഗ്ഗിൻസ് എടുക്കാന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടുന്ന് ജീൻസ് ഇട്ട് നോക്കിയപ്പോൾ ഉമ്മാക്ക് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, കാരണം ലൂസ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പാന്റും ബില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു നസീമേക്കാട്ടോ. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ നമ്മൾ നസീമയിൽ എത്തിയിട്ടുണ്ട്. ഉമ്മാക്കും അനിയത്തിക്കും ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്ക് ഈ ഒരു ഗ്രീൻ ടോപ്പ് ഇഷ്ടപ്പെട്ടു, പക്ഷെ ട്രൈ ചെയ്തപ്പോൾ ഭംഗി ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഡ്രസ്സ് എടുക്കാൻ വന്നാലും ഈ നിശാന്തേട്ടനായിട്ട് നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് തരില്ലേ. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി ലോങ് ടോപ്പ് ആയിട്ടുള്ള കുറെ എണ്ണം ട്രൈ ചെയ്തു. ഈ ഒരു പർപ്പിൾ കളറിൽ സിമിലർ ആയിട്ട് കുറച്ച് പ്രിന്റ് വരുന്നത് ഓൾക്കുണ്ട്, അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് പിന്നെ അവിടെ മുട്ടത്തിൽ നടക്കിയത്. ഡിസൈന് പിന്നെ എന്റെ കയ്യിലായിരുന്നു. ഓർക്ക് ഫീഡ് ചെയ്തിട്ട് ഓരോ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അനിയത്തി ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു പിങ്ക് കളർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ലെങ്ത് ഉണ്ടായിരുന്നില്ല. ഉമ്മ പിന്നെ ട്രൈ ചെയ്തില്ല. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു യെല്ലോ കളറും അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആയിട്ടുള്ള പേർപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അതിക്ക് മാച്ച് ആവുന്ന ഒരു ബ്ലൂ ജഗ്ഗിൻസും അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഐക്ക് രണ്ടുക്കും മാച്ച് ആവുന്ന ഒരു കളർ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നമ്മള് ബില്ലൊക്കെ ചെയ്ത് ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് അവിടെ ഡെയിലി ഒരു കസ്റ്റമറിന് അവിടെ 1000 രൂപന്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അപ്പൊ അതിന് നമുക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഫില്ല് ചെയ്യണതിന്റെ തിരക്കിലാണ് താത്ത. ആ സമയത്ത് തന്നെ പാത്തു അവിടെ ഉള്ള ഒരു സ്റ്റാഫിന്റെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു അവിൽ മിൽക്ക് കുടിക്കാനാണ്. ഉച്ചക്ക് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മീൽസ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ലാസിമിനും അവിൽ മിൽക്ക് തന്നെ വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചത് നമ്മളെല്ലാവരും അവിടെ പോയിട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നും മെനു കാർഡിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചോക്ലേറ്റ്, താത്തൊരു ബട്ടർ സ്കോച്ച്, ഉമ്മി അനിയത്തി മാംഗോ ഫ്ലേവറിലുള്ളതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നതും കുടിക്കലും കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ലാസിമിന് പിന്നെ കിഡ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഏതോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്പുറത്ത് പോയിരുന്നിട്ടാണ് കഴിക്കണത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് വീട്ടിൽ പോകാൻ ഓട്ടോ വെയിറ്റ് നിൽക്കാട്ടോ. നമ്മൾ പോണ വഴിയിൽ നൊങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈവനിങ്ങിൽ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പൊ എല്ലാവരും കൂടി ജ്യൂസ് അടിച്ച് കുടിക്കാലോ വിചാരിച്ചിട്ടാണ് നൊങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേന് പിന്നെ അലയാക്കയും അരിയത്തിന്റെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആവണം, മനസ്സിലായില്ലേ? സർഫ് ഒരു ഹായർണ സർഫ്. നമ്മൾ വീട്ടിലേക്ക് എത്തി ഉടനെ തന്നെ അളിയാക്ക അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് ഷർഫ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസിൽ ഞാൻ എടുക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് അന്ന് ഉണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉപ്പേരി പപ്പടും സാലഡും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഊട്ടിക്ക് പോണതിൻ്റെ പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പോകണം. അനിയത്തി മാത്രം ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാട്ടോ. 10-15 ദിവസത്തിന് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഞാനും
താത്തയും പോവാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പെട്ട ഡ്രസ്സൊന്നുമല്ല, പോകുമ്പോൾ ഞാൻ ആദ്യത്തിൻ്റെ ഒരു പർദ്ദൊക്കെ ഇട്ടിട്ടാണ് പോയത്, രാത്രിയല്ലേ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും 3-ാം തീയതി കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3-ാം തീയതിയാണ് ട്രിപ്പ് പോണത്. 3-ാം തീയതി രാത്രി, അതായത് 4-ാം തീയതി ആവും. അപ്പോഴാണ് നമ്മളിപ്പോൾ പോണത്, ഊട്ടിക്കാണ് പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ആ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചോ. അപ്പം നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.